1998 UB ഗ്രൂപ്പിന്റെ ഉടമസ്ഥനായിരുന്ന ബാംഗ്ലൂർ സ്വദേശി വിജയ് മല്യ സ്വാമി അയ്യപ്പന്റെ ശ്രീകോവിലും അനുബന്ധ എടുപ്പുകളും സ്വർണം പൊതിയുകയുണ്ടായി. അത് പൂർണ്ണമായും അദ്ദേഹം വഴിപാടായി അദ്ദേഹത്തിന്റെ പേരിൽ സമർപ്പിച്ചതാണ്. അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇവിടുത്തെ ഭക്തന്മാരോട് പറഞ്ഞത് 36 കിലോ സ്വർണം ഉപയോഗിച്ചുകൊണ്ട് ശ്രീകോവിൽ പൂർണ്ണമായും സ്വർണ്ണപ്പാളികളാൽ പൊതിഞ്ഞുവെന്നാണ്. അതിനുശേഷം ശബരിമലയിൽ പോയിട്ടുള്ളവരാണ് ഈ നിൽക്കുന്ന എല്ലാവരും, നമ്മളെല്ലാവരും കണ്ടതാണ്. സ്വർണ്ണ നിറത്തിൽ വളരെ ഗംഭീരമായി വളരെ ഭംഗിയോടുകൂടി ഭഗവാന്റെ ശ്രീകോവിൽ അവിടെ ഉള്ളത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി വിവാദം കത്തിപ്പടർന്നപ്പോഴാണ് കേരളത്തിലെ ഭക്തജനങ്ങൾ അറിയുന്നത് 2019 കോവിഡ് സമയത്ത്, കോവിഡിന് തൊട്ടു മുൻപുള്ള സമയം ഈ ദ്വാരപാലക ശില്പങ്ങളിൽ മങ്ങൽ കണ്ടെന്നു. അത് ഞാൻ സ്വന്തമായി വഴിപാടായി അത് പുനർനിർമ്മിച്ചു നൽകാമെന്നും ഒരു മഹാൻ പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ പശ്ചാത്തലമോ അദ്ദേഹത്തിന്റെ സാമ്പത്തിക വശങ്ങളോ മറ്റൊന്നും പരിഗണിക്കാതെ നമ്മുടെ ദേവസ്വം ബോർഡിലെ മഹാനുഭാവന്മാരായ ആളുകൾ അദ്ദേഹത്തിനെ അത് ഏൽപ്പിക്കുകയാണ്. അപ്പോൾ തയ്യാറാക്കിയ മഹസറിൽ പറയുന്നു ചെമ്പ് പാളികളാണ് എന്ന്. അത് തയ്യാറാക്കിയ ആള് ബാബു, മുരാരി ബാബു, ഇന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് ശബരിമലയുടെ എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. ഇപ്പോൾ അദ്ദേഹം പ്രൊമോഷൻ കിട്ടി ഹരിപ്പാട് ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണറായി ജോലി ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹം തയ്യാറാക്കിയ മഹസറിൽ ഇത് ചെമ്പ് പാളികളായി മാറി. അതെങ്ങനെ സംഭവിക്കുന്നു? 98 വിജയ് മല്യ സമർപ്പിക്കുമ്പോൾ 36 കിലോ സ്വർണം ഉപയോഗിച്ച് സ്വർണ്ണപ്പാളികളാക്കി ശ്രീകോവിലും ദ്വാരപാലക ശില്പങ്ങളും സ്വർണം പൊതിഞ്ഞു എന്നാണ് പറഞ്ഞത്. സ്വർണം പൂശി എന്നല്ല, സ്വർണം പൊതിഞ്ഞു എന്ന് പറയുന്ന സ്ഥാനത്ത് ഒരു സുപ്രഭാതത്തിൽ സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികളായി മാറുന്നു. അത് പൂശി നൽകാമെന്ന് പറഞ്ഞയാൾ അത് ഏറ്റുവാങ്ങിക്കൊണ്ട് നേരെ പോകുന്നത് ബാംഗ്ലൂരിലേക്കാണ്. ബാംഗ്ലൂരിൽ അദ്ദേഹം അവിടെ എത്തിക്കുന്നു. അവിടെ വെച്ച് ഹൈദരാബാദിൽ നിന്നും കൊണ്ടുവന്ന വേറെ പാളികൾ അദ്ദേഹം ഏൽക്കുന്നു. ഇവിടെ നിന്ന് കൊണ്ടുപോയ പാളി എങ്ങോട്ടോ മാറ്റുന്നു. അതിനുശേഷം ഈ പാളി ചെന്നൈയിലെത്തിക്കുന്നു. 36 ദിവസത്തിന് ശേഷമാണ് ഇത് ചെന്നൈയിലെത്തുന്നത്. ചെന്നൈയിലെ ഒരു സ്ഥലത്ത് വെച്ച് ഇത് സ്വർണം പൂശി അദ്ദേഹം തിരിച്ചു വരുന്ന വഴി പല പല സ്ഥലങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് രാഷ്ട്രീയക്കാരുടെ ജാഥ പോലെ പല സ്ഥലങ്ങളിൽ ഇറക്കി വെച്ച് പല ആളുകൾക്കും അത് കാണുവാനും തൊഴുവാനും ഒക്കെ അവസരം നൽകിക്കൊണ്ട് കോട്ടയത്ത് എത്തിയ ശേഷം കോട്ടയത്ത് നിന്ന് അത് ശബരിമല ശ്രീകോവിൽ സന്നിധാനത്തെത്തിച്ച് ദേവസ്വം അധികാരികൾക്ക് കൈമാറുന്നു. ഈ ദേവസ്വം അധികാരികൾക്ക് കൊടുക്കുമ്പോഴും ഇത് വാങ്ങുമ്പോഴും ഇതിന്റെ തൂക്കം നോക്കുന്നില്ല. ദേവസ്വം മാനുവലനുസരിച്ച്, നിയമമനുസരിച്ച്, പ്രത്യേകിച്ച് ശബരിമലയെ സംബന്ധിച്ച് ശബരിമലയിലെ ഒരു സാധനവും ശബരിമല സ്പെഷ്യൽ കമ്മീഷന്റെ അനുവാദമോ അദ്ദേഹത്തിന്റെ സാന്നിധ്യമോ കൂടാതെ അവിടെ നിന്ന് നീക്കം ചെയ്യാൻ പാടില്ല. ഇനി അഥവാ അത് അവിടെ വെച്ച് തന്നെയാണ് എന്തെങ്കിലും പ്രവൃത്തിയിൽ ഏർപ്പെടുന്നെങ്കിൽ പോലും ദേവസ്വം ബോർഡിന്റെയും ഹൈക്കോടതി നിശ്ചയിച്ച സ്പെഷ്യൽ കമ്മീഷന്റെയും സാന്നിധ്യത്തിലും അവർ അനുവാദത്തോടും കൂടി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം സ്പെഷ്യൽ കമ്മീഷനെ അറിയിക്കാതെ സ്വർണ്ണപ്പാളികളെ ചെമ്പുപാളികളാക്കി മാറ്റി മഹസറിൽ എഴുതി അത് പല സംസ്ഥാനങ്ങളിൽ കൊണ്ടുപോകുവാൻ അനുവാദം കൊടുത്ത് ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചു കൊണ്ടുവന്ന് അത് അവിടെ സ്ഥാപിച്ചു. ഇതിനെ സംബന്ധിച്ച് ദേവസ്വം ബോർഡിന്റെ അവിടുത്തെ അധികാരികൾക്കല്ലാതെ മറ്റാർക്കും അറിഞ്ഞുകൂടാ. ഭക്തന്മാർ അറിയുന്നില്ല. തന്ത്രിയുടെ അനുവാദം വാങ്ങിയെന്നാണ് പറയുന്നത്. അന്ന് സ്ഥാപിച്ച സ്വർണ്ണപ്പാളികൾക്ക്, സ്വർണം പൂശിയ പാളികൾക്ക് ഇപ്പോൾ വീണ്ടും 2025 ആയപ്പോൾ വീണ്ടും മങ്ങലേൽക്കുകയും
അത് വീണ്ടും അതേ ആളെ തന്നെ നന്നാക്കുവാൻ ഏൽപ്പിക്കുകയും ചെയ്തപ്പോഴാണ് സ്പെഷ്യൽ കമ്മീഷണർ ജയകിഷൻ സാറ് ആ കാര്യം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അതോടുകൂടിയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്നും സ്വർണ്ണപ്പാളികളല്ല ചെമ്പുപാളികളാണെന്ന് ദേവസ്വം ബോർഡ് വരുത്തി തീർത്തതെന്നും അത് പല സ്ഥലങ്ങളിലേക്കും പോയെന്നും പല കൈകളിലെത്തിയെന്നും ഭക്തന്മാർ അറിയുന്നത്. അതിനെ തുടർന്നുള്ള വിവാദങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മനസ്സിലാകാത്തത് 36 കിലോഗ്രാം സ്വർണം ഉപയോഗിച്ച് UB ഗ്രൂപ്പ് അവിടെ നൽകിയ സ്വർണ്ണപ്പാളികൾ എങ്ങനെ ചെമ്പുപാളികളായി 2019 മാറുന്നു? 11 കൊല്ലം കഴിയുമ്പോൾ സ്വർണ്ണം ചെമ്പാകുമോ? അങ്ങനെ സ്വർണം ചെമ്പാകുന്ന വിദ്യ ദേവസ്വം ബോർഡ് കണ്ടുപിടിച്ചോ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംവിധാനം മുല്ലയ്ക്കൽ രാജരാജേശ്വരി ക്ഷേത്രം ഉൾപ്പെടെ കേരളത്തിലെ പ്രധാനപ്പെട്ട 2500ഓളം ക്ഷേത്രങ്ങൾ ഭരിക്കുന്ന ദേവസ്വം ബോർഡ് എന്ന സംവിധാനം കാട്ടുകള്ളന്മാരുടെ, വിശ്വാസമില്ലാത്തവരുടെ, അവിശ്വാസികളുടെ കൂട്ടായ്മയാണ്. മറ്റൊരു ദേവാലയങ്ങൾക്കും മതേതര രാജ്യം എന്ന് പറയുന്ന ഭാരതത്തിലെ മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ജൈന, ബുദ്ധ തുടങ്ങിയ എല്ലാ മതത്തിന്റെ ദേവാലയങ്ങളും ഭരിക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും അവരുടെ ഭക്തന്മാരാണ്, ഭക്തജന കൂട്ടായ്മയാണ്, അവരുടെ സംഘടനയാണ്. മതേതരത്വം ഭരണഘടനയിൽ എഴുതി ചേർത്ത ഭാരതത്തിൽ ഇവിടുത്തെ ഏറ്റവും വലിയ വിഭാഗമായ ഭൂരിപക്ഷ വിഭാഗമായ ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡ് എന്ന സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് രാഷ്ട്രീയക്കാർ അവരുടെ ഇഷ്ടക്കാരെ തിരികെ അവിശ്വാസികളെ വെച്ചുകൊണ്ട് ക്ഷേത്രം ഭരിക്കുന്നതിന്റെ ഫലമാണ് ഇതുപോലെയുള്ള ദ്വാരപാലക ശില്പങ്ങൾ, അവയുടെ സ്വർണ്ണപ്പാളികൾ ചെമ്പായി മാറുന്ന അത്ഭുതം. ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ശബരിമല എന്ന ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും സുരക്ഷയുള്ള ക്ഷേത്രമാണ്. ഗുരുവായൂർ പോലും ശബരിമലയുടെ അത്രയും സുരക്ഷയില്ല. അത്രയും സുരക്ഷയുള്ള ക്ഷേത്രത്തിൽ ഇങ്ങനെ സംഭവിക്കാമെങ്കിൽ 24 മണിക്കൂറും പോലീസ് കാവലുള്ള ദേവസ്വം ബോർഡിന്റെ അനവധി ജീവനക്കാർ അവിടെ 365 ദിവസവും തമ്പടിക്കുന്ന, എല്ലാ മാസവും 5 ദിവസം മാസമൂലിക്ക് തുറക്കുന്ന, 60 ദിവസം വർഷത്തിൽ തുറന്നിരിക്കുന്ന കാനന ക്ഷേത്രം, അനവധി പ്രത്യേകതയുള്ള, ആചാര പ്രത്യേകതയുള്ള ആ ക്ഷേത്രത്തിൽ നിന്നും ഇപ്രകാരം ചെയ്യാമെങ്കിൽ ഈ മുല്ലയ്ക്കൽ പോലെയുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും എന്തുമാത്രം തട്ടിപ്പും വെട്ടിപ്പും അവർക്ക് നടത്താൻ പറ്റും? നമ്മൾ ചിന്തിക്കണം. ഈ ദ്വാരപാലക ശില്പങ്ങൾ മാത്രമല്ലല്ലോ, എല്ലാ ക്ഷേത്രങ്ങളിലും സ്വർണത്തിലും വജ്രവും രത്നങ്ങളും എല്ലാം കൊണ്ട് ഉപയോഗിച്ച നിരവധി ആഭരണങ്ങളുണ്ട്, അങ്കികളുണ്ട്, മറ്റ് അനവധി വിലപിടിപ്പുള്ള വസ്തുക്കളുണ്ട്. ഇതെല്ലാം ദേവസ്വം ബോർഡിന്റെ സ്ട്രോങ് റൂമുകൾ സൂക്ഷിച്ചിരിക്കുകയാണ്. ശബരിമലയിലെ തിരുവാഭരണം പോലും സൂക്ഷിക്കുന്നത് ആറന്മുളയിലെ സ്ട്രോങ് റൂമിലാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം ഇവരുടെ സേഫ് കസ്റ്റഡിയിൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ഏതെല്ലാം ആഭരണങ്ങൾക്ക്, ഏതെല്ലാം വിലപിടിപ്പുള്ള വസ്തുക്കൾക്ക് മാറ്റം സംഭവിച്ചിരിക്കാം, എന്തെല്ലാം അവിടെ ഉണ്ടാകാം. അപ്പൊ തീർച്ചയായും ഇതേ സംബന്ധിച്ച് ഒരു സമഗ്രമായ പരിശോധനയാണ് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെടുന്നത്. ശബരിമലയിൽ മാത്രമല്ല, ദേവസ്വം ബോർഡ് കേരളത്തിൽ 5 ദേവസ്വം ബോർഡുകളുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡുണ്ട്, കൊച്ചി ദേവസ്വം ബോർഡുണ്ട്, ഗുരുവായൂർ ദേവസ്വം ബോർഡുണ്ട്, കൂടൽമാണിക്യം ദേവസ്വം ബോർഡുണ്ട്, മലബാർ ദേവസ്വം ബോർഡുണ്ട്. ഇതെല്ലാം ഭരിക്കുന്നത് അവിശ്വാസികളായ മാർക്സിസ്റ്റുകാരുടെ കുറെ നേതാക്കന്മാരാണ്. അവരെ സംബന്ധിച്ചുള്ള ഇതിനൊന്നും ഒരു വിശ്വാസമില്ല. എന്ത് ദ്വാരപാലകർ, എന്ത് അയ്യപ്പൻ, ഇപ്പൊ അവിടെ ഇരിക്കുന്ന അയ്യപ്പൻ തന്നെ വ്യാജമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഈ ക്ഷേത്രങ്ങളെല്ലാം ഭരിക്കുമ്പോൾ അവരെ സംബന്ധിച്ചോളം ഇന്നോവ ക്രിസ്റ്റ കാറിൽ കറങ്ങി നടക്കുവാനും ധാരാളം പണം ഉണ്ടാക്കുവാനും അധികാരങ്ങൾ കാണിക്കുവാനുമുള്ള മാർഗം മാത്രമാണ് ദേവസ്വം ബോർഡിന്റെ ഭരണ സ്ഥാനങ്ങൾ, അല്ലാതെ വിശ്വാസമല്ല. നമ്മൾ കാണുന്നതല്ലേ, ദേവസ്വം മന്ത്രിമാരായി മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ ശബരിമലയിൽ ചെന്ന് കാണിക്കുന്നത് എന്താ? നട തുറക്കുമ്പോ അവരെക്കാൾ വലിയ ആരുമില്ല, അയ്യപ്പനല്ല, ആരും എന്നേക്കാൾ വലുതല്ല എന്ന ദാഷ്ട്യത്തോടുകൂടി കൈകെട്ടി, കൈ പിന്നിൽ കെട്ടി നോക്കി നിൽക്കുക. ദീപാരാധന സമയത്ത് ഭാരതത്തിൽ മാത്രമല്ല ലോകത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തുന്ന ഭക്തന്മാർ ഒരു നോക്ക് അയ്യപ്പനെ കാണാൻ ക്യൂ നിൽക്കുമ്പോ അവിടെ മുമ്പിൽ നിന്ന് അവരുടെ കാഴ്ചയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും മന്ത്രിമാരുമാകുന്ന പ്രഭുക്കന്മാർ അവിടെ നിന്നുകൊണ്ട് കയ്യിൽ കിട്ടുന്ന തീർത്ഥം മേടിച്ച് സാനിറ്റൈസർ കൊണ്ട് കഴുകുന്ന പോലെ കയ്യിൽ തേച്ചിട്ട് വേറെ പല ഭാഗങ്ങളിലും തേച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതാണ് മന്ത്രിമാർ. അവർ നിയോഗിക്കുന്നവരാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ. ഇപ്പോൾ ഉള്ള ദേവസ്വം മന്ത്രിക്ക് വിശ്വാസമുണ്ടോ? ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി വഴിപാട് കഴിക്കുകയോ തൊടുകയോ ചെയ്യുന്ന ആളാണോ ശ്രീ വി എൻ വാസവൻ? ഇതിനു മുമ്പുള്ള രാധാകൃഷ്ണൻ വിശ്വാസിയാണോ? അതിനു മുമ്പുള്ള ജി സുധാകരൻ വിശ്വാസിയാണോ? കടകംപള്ളി സുരേന്ദ്രൻ വിശ്വാസിയാണോ? കടകംപള്ളി സുരേന്ദ്രൻ എന്നോ പോയി ഗുരുവായൂരമ്പലത്തിന്റെ മുന്നിൽ നിന്ന് കൈകൂപ്പിയതിന് പാർട്ടി സെൻസർ ചെയ്തു. കടകംപള്ളി സുരേന്ദ്രനെ. അപ്പൊ വിശ്വാസം എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചോളം ഹിന്ദുക്കൾക്ക് വിശ്വാസം പാടില്ല.
ഹിന്ദുക്കളായ ആളുകൾ വിശ്വാസികളാണെങ്കിൽ അവന് പാർട്ടിയിൽ പ്രൊമോഷൻ കിട്ടില്ല. നേരെ മറിച്ച് മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് സമ്മേളനത്തിൽ നിസ്കരിക്കാൻ പായിട്ട് കൊടുത്തുകൊണ്ട് നിസ്കരിക്കാൻ പ്രത്യേകം സ്ഥലം കൊടുക്കുന്ന പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. അതേസമയം മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഏതെങ്കിലും ഹിന്ദു ക്ഷേത്രത്തിൽ പോവുകയോ വിശ്വാസമുണ്ടെന്ന് പറയുകയോ ചെയ്താൽ അവന്റെ പാർട്ടിയിലെ ഭാവി ഉള്ളടയും. അതുകൊണ്ട് വിശ്വാസമുള്ള മാർക്സിസ്റ്റ് പാർട്ടിക്കാർ പോലും ക്ഷേത്രങ്ങളിൽ പോകാറില്ല. അത്തരം പാർട്ടിക്കാരാണ് ഇവിടുത്തെ ദേവസ്വം ബോർഡ് ഭരിക്കുന്നത്. ആ ദേവസ്വം ബോർഡ് ഭരിക്കുമ്പോൾ ഈ വിശ്വാസികളില്ലാത്തവർ ദേവസ്വം ബോർഡ് ഭരിക്കുമ്പോൾ എന്തെല്ലാം സംഭവിക്കാം. അതുകൊണ്ട് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെടുന്നു, ഈ സംഭവം CBI അന്വേഷിക്കണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യം പോകുന്നത് ബാംഗ്ലൂരിൽ, അത് കഴിഞ്ഞ് ഹൈദരാബാദിൽ നിന്ന് പാളികൾ വരുന്നു, തുടർന്ന് മദ്രാസിൽ പോയിട്ടാണ് ഇത് പ്ലേറ്റ് ചെയ്യുന്നത്. അപ്പൊ 3 സംസ്ഥാനത്ത് അയ്യപ്പന്റെ ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ സന്ദർശിച്ചു കഴിഞ്ഞു, യാത്ര ചെയ്തു കഴിഞ്ഞു. അപ്പൊ ഈ 3 സ്ഥലങ്ങളിലും അന്വേഷണം നടത്തണം. കേരള പോലീസിലെ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് സംവിധാനത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? ആകെപ്പോഴെ 5-6 പേരാണ് ഉള്ളത്. ഒരു DYSPയും ഒരു SIയും കുറച്ച് പോലീസുകാരുമുള്ള ഒരു സംവിധാനമാണ് ഈ നമ്മുടെ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് സംവിധാനം. അവരെന്തന്വേഷിക്കാനാണ്? അവരോട് അന്വേഷിച്ച് റിപ്പോർട്ട് വെക്കാൻ പറഞ്ഞു. അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഇന്നലെ വെങ്കടേഷ് ADGPയുടെ നേതൃത്വത്തിൽ ഒരു ടീമിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഏത് വെങ്കടേഷ് ആണെങ്കിലും ആഭ്യന്തരമന്ത്രി പിണറായി വിജയനാണ്. പിണറായി വിജയന്റെ ആജ്ഞകളനുസരിച്ച് പ്രവർത്തിക്കുന്ന പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു വ്യക്തമോ ശക്തമോ സുതാര്യമോ ആയ അന്വേഷണം നമ്മളാരും പ്രതീക്ഷിക്കേണ്ടതില്ല. അതുകൊണ്ട് 3-4 സംസ്ഥാനങ്ങളിൽ വ്യാപിച്ച ഒരു കുറ്റകൃത്യം എന്ന നിലയിൽ ഇത് ഇന്ത്യ മുഴുവൻ അന്വേഷിക്കാൻ ചുമതലയുള്ള കേന്ദ്ര ഏജൻസിയായ പിണറായി വിജയന് നിയന്ത്രണമില്ലാത്ത മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആജ്ഞ അനുസരിക്കാത്ത സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാണ് ഹിന്ദു ഐക്യവേദിയുടെ ആവശ്യം.